ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഉള്ളൂരിനും ആക്കുളത്തിനും ഇടയ്ക്ക് റോഡരികിലുള്ളൊരു പാർക്ക്. കയറി ചെല്ലുമ്പോഴേ കുറേ നഴ്സറി ചെടികൾ ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കും. വലിയൊരാൾക്ക് 40 രൂപയും ഒരു കുട്ടിക്ക് 25 രൂപയും കൊടുത്താൽ അകത്ത് പ്രവേശിക്കാം. അതിനകത്ത് വിവിധ തരം ആക്ടിവിറ്റീസൊക്കെയുള്ള സ്ഥലമാണ്. ഇതൊരു ചെറിയ വാട്ടർ സോണാണ്. പക്ഷേ വെള്ളം കുറഞ്ഞതുകൊണ്ടും വേനലായതിനാലുമായിരിക്കാം അത് ആക്റ്റീവായിരുന്നില്ല. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതിനോട് ചേർന്ന് തന്നെ എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്. എയർഫോഴ്സ് മ്യൂസിയത്തിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. 6 മണി വരെ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അവർക്ക് വേണ്ടി കളിക്കാൻ അതിവിശാലമായിട്ടുള്ള ഒരു കളിസ്ഥലവും പാർക്കാണത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറി ബോറടിക്കാതെ ഏത് പ്രായക്കാർക്കും ഉണ്ട് അത്യാവശ്യം ഒന്ന് അർമാദിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ബേബി എന്തിലെങ്കിലും കയറാൻ മടിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ചേട്ടൻ്റെ കളികളും കണ്ട് ചേട്ടനെപ്പോലെ തന്നെ അനുകരിക്കാനാണ് കുഞ്ഞനിയൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പുള്ളി എന്തിനും തയ്യാറായിരുന്നു. പേടിയൊന്നും അരികത്തൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് കൊടുത്ത് ചെയ്യിക്കുമ്പോൾ അതൊന്നും വേണ്ട, കൈയൊക്കെ വിട്ടോ എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളിയുടെ പരിപാടി. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറി ചേട്ടൻ കാണിക്കുന്നതൊക്കെ അനിയച്ചാരും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക്. പാർക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറേ സോഫ്റ്റ് പ്ലേയും ഗെയിം സോണൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. അമ്മയ്ക്ക് ധൈര്യം കൂടുതലായതുകൊണ്ട് തന്നെ അമ്മ പുറത്ത് സാധനങ്ങൾക്ക് കാവലിരുന്നോളാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കയറ്റി വിട്ടു. ബെബി പേടിക്കുന്ന വീഡിയോ എടുത്ത് വൈറലാക്കണമെന്ന് പറഞ്ഞു വിട്ട ഞാൻ ആരായി? ദേ ബെബി ഓടുന്നു 4 കാലിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടടാ ഓട്ടം. എന്ത് പേടി ബെബിക്ക്. ഇതൊക്കെ ഞാനെത്ര കണ്ടതാണെന്നും പറഞ്ഞാണ് ചേട്ടനും അനിയനും കൂടിയുള്ള ഓട്ടം. പിന്നെ നല്ലൊരു ഫോട്ടോഷൂട്ടിന് ഭാഗമായി അവർ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു അരികൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ധൈര്യം കൂടുതൽ തന്നെ. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഇനി കാണാം.